സമരം വളരെ ശ്രദ്ധേയമായിരുന്നു. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ്. കാരണം ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ കാണാൻ കഴിഞ്ഞില്ലേ. കാശ്മീരിൽ നിന്നും ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ള മുഖ്യമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രി അടക്കം അതിൽ നേരിട്ട് പങ്കെടുത്ത് ഈ ഇഷ്യൂവിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുകയുണ്ടായി. അതെ 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 വലിയ വിജയമാണ് എന്ന് പറഞ്ഞാൽ. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ശബ്ദം ഇന്ത്യയുടെ ശബ്ദമായി മാറുകയാണ്. കേരളം ഇന്ത്യക്ക് വഴികാട്ടുകയാവുന്ന തരത്തിൽ ഈ ഇഷ്യൂസ്, ഫെഡറലിസത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് മോഡി സർക്കാരിൻ്റെ സ്റ്റേറ്റുകളോടുള്ള വിവേചന നിലപാടുകൾ രാജ്യമൊട്ടാകെ ശ്രദ്ധിപ്പിക്കാൻ ഈ സമരത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും ചീപ്പായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് നിലപാടാണ് ഈ ഭാരത് റൈസ്. കാരണം കേരളത്തിൽ 23 മുതൽ 25 രൂപയ്ക്ക് കേരളത്തിൽ അരി 10 കിലോ അരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി കേന്ദ്രം ചെയ്തത് പണി OMS സ്കീം കേരളത്തിനും കേരളത്തിലെ പൊതുസംരംഭമായിട്ടുള്ള സപ്ലൈകോയ്ക്കും നിഷേധിക്കുകയുണ്ടായി. ആ നിഷേധിച്ചതിന് ശേഷം അവർ ചെയ്തതെന്താ? അവർ നേരിട്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ് 29 രൂപ കൊടുത്ത്. ഒരിക്കലും ഒരു ഫെഡറൽ സംവിധാനത്തിൽ ചെയ്യാൻ പാടില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. കേരളത്തിലെ റേഷൻ കടകളിലൂടെ കേന്ദ്ര ഗവൺമെൻറ് വിതരണം ചെയ്യാനും കേരളത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷൻ സംവിധാനം ശക്തിപ്പെടുത്തുക എന്ന നിലപാടാണ് എടുക്കേണ്ടത്. ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു ചീപ്പ് പോപ്പുലാരിറ്റിയാണ് ഉണ്ടാക്കാൻ കേന്ദ്രം സ്വീകരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. തൃശ്ശൂരിന് എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാലും തൃശ്ശൂരിലെ ജനത BJPയെ വിജയിപ്പിക്കാനേ പോകുന്നില്ല എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണാൻ പോകുന്നു. അല്ല, ഭക്ഷ്യവകുപ്പ് ഈ വിഷയങ്ങൾ ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഇത് ജനങ്ങൾ തിരിച്ചറിയാനും അതിനനുസരിച്ച് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിലേക്ക് അരി വിതരണത്തിന് വേണ്ട നടപടി സ്വീകരിക്കും. അരിയുടെ ഷോർട്ടേജ് ഉണ്ടാക്കുന്നത് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേരളത്തിൽ അരി ഷോർട്ടേജ് ഉണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്.